വെൽക്കം ടു ദ ക്ലബ്. ഡൽഹിയിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടേ? അത് ഇവിടെ വേണോ? വൈ നോട്ട്? നമ്മുടെ സേഫ്റ്റിക്ക് മാർഷൽ ആർട്സ് അത്യാവശ്യമാണ് ബ്രോ. വാ. ഏത് മാഷ്? ബാലൻ മാഷ്. നീ വന്നേടാ. അയാൾ ഒരുത്തനാണ്. ഞാൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹൈപ്പറാണ്, അതുകൊണ്ടാ. അർജുൻ, ലുക്ക് അറ്റ് മൈ ഐസ്. ഒരു ഫയർ കാണുന്നില്ലേ? ഇല്ലല്ലോ. എന്തേലും ഓട്ടെ. ഇപ്പൊ നമ്മുടെ കണ്ണിൽ ഒരാൾ കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ഇപ്പൊ ആരും ഇവിടെ വന്ന് കുത്തില്ലല്ലോ ബ്രോ. അർജു, നിന്റെ കണ്ണിൽ ഇതുവരെ ആരും കുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ ആരും ആരുടെയും കണ്ണിൽ കുത്തില്ലാന്ന് നീ പറയരുത്, ഓക്കെ? ഓ മൈ മമ്മ, ഹൗ ക്യാൻ ഐ സർവൈവ് വിത്ത് ദിസ് റൂറൽ പീപ്പിൾ? കുത്തണോ? കുത്തണം, യെസ്. എന്നാ കുത്താ. അപ്പൊ അങ്ങനെയുള്ള കുത്താൻ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഓടണം. ഓടരുത്. ഓടില്ല. എങ്ങനെ ഡിഫൻസ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം, ഓക്കെ? ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ നിന്റെ 2 വെല്ലുകൊണ്ട് എന്റെ 2 കണ്ണിൽ ഇങ്ങനെ കുത്തണം, മനസ്സിലായോ? യു ഗോട്ട് ഇറ്റ്? അയ്യോ ബ്രോ വേണ്ട, അത് ബ്രോക്ക് വേദനിക്കും. നിന്റെ വിരൽ കൊണ്ട് എന്റെ കൺപീലി പോലും കൊള്ളിക്കാൻ പറ്റില്ല ബ്രോ, പറ്റാത്ത കാര്യം പറയല്ലേ, ഓക്കെ? അപ്പൊ നീ പാനിക്കാവില്ല, കൂളാവ്, ബ്രത്ത് എടുക്ക. അറിയാവുന്ന ഒരാളെ കൂടെ ഇല്ലേ? സോ റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്റെ കണ്ണ് എന്താ ഇങ്ങനെയല്ല കുത്താൻ പറഞ്ഞത്? എനിക്ക് ഇങ്ങനെ കുത്തുന്ന എന്ത് ഡൽഹി? ആകെ കസിന്റെ വീട്ടിൽ 2 മാസം നിൽക്കാൻ പോയി ഷോയ്ക്ക് പറഞ്ഞ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തോളൂ. എന്റെ അതൊക്കെ ആദ്യം പറയണായിരുന്നു. ഓ മൈ മമ്മ, ഐ ലോസ് മൈ ഐസ് ആൻഡ് മൈ ഡ്രീംസ് ആൻഡ് മൈ കരിയർ. അയ്യോ ശ്രീകുട്ടാ, നീ എവിടെ? ഞാൻ തേടെ ഹോസ്റ്റലിൽ പുറത്തുണ്ടാ. ഓ സമാധാനായി, നീ അവിടെ തന്നെ നിൽക്കും, ഞാൻ പോരാ. കാര്യം പറ, എന്താ? ഒരുത്തന്റെ കണ്ണുപോയി. എന്ത് ചാറായ പോലെ കൊടുത്താ? നീ വണ്ടി എടുക്ക്. ഇതൊക്കെ ഇവിടെ പഠിക്കുന്ന എനിക്കറിയില്ല, നീ വണ്ടി എടുത്ത്. ശ്രീകുട്ടാ, ആ ഡൽഹിക്കാരൻ എന്നോട് കണ്ണി കുത്താൻ പറഞ്ഞു. നീ നാളെ എന്നോട്. ഇവിടെ അവരങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പറയൂ. പറയാൻ പറ്റില്ല ശ്രീകുട്ടാ, ഹിന്ദിക്കാരല്ലേ. ഹിന്ദിക്കാരാണ് ചിലപ്പോ പറയൂട്ടാ. കോളേജിൽ പോവാൻ തന്നെ ടെൻഷനായി. ഓരോരോ വൈകൃതങ്ങള്. പോട്ടെ, വിട്ടോടാ. ആടാ കാണാം. അപ്പൊ നാളെ കൂടെ. അമ്മേ, നീ എന്താ പോന്നെ? എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണ്ടമ്മേ, ഞാൻ വീട്ടിൽ നിന്ന് പോക്കോളാം. എന്താ? അമ്മ അവിടെ ഹിന്ദിക്കാരുണ്ടമ്മേ. ഇന്ത്യക്കാരോ? ആ ഹിന്ദിക്കാര്. ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബാലമാഷ്ക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ എന്റെ കുട്ടീനെ കണ്ണി കണ്ട ഇന്ത്യക്കാരുടെ അവിടെ കൂട്ടി. എന്റെ മോൻ ഇവിടെ നിന്ന് പോയാ മതി. വാ. കരയായമ്മേ. വാ. വളർത്താട്ടേക്കടാ. എന്തു പറ്റി? എന്ത് കുത്താണ് ബ്രോ കുത്തിയത്? കമ്പനിയായ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി 3 വർഷം എന്തായിരിക്കും? അയ്യോ ബായ് പറഞ്ഞിട്ടല്ലോ ബായ് ഞാൻ കുത്തിയത്. നീ വേണേ എന്റെ ഒരു കണ്ണി കൂടെ കുത്തിക്കോ, പക്ഷെ ഇനി ബായിന്ന് വിളിച്ചാണ്ടല്ലോ. ശരി ബായ്. സച്ച് എ ബ്യൂട്ടിഫുൾ ലേഡി അല്ലേ വരുന്നത്? അത് ശരി, അപ്പൊ കണ്ണ് കാണാം. ക്ലാരിറ്റി ഇല്ല ബ്രോ, ഫുൾ HD ഒക്കെ 3GP ആയിട്ടാ കാണുന്നത്. പക്ഷെ ഈ 3GP കൊള്ളാം. അവളുടെ ചിരി കണ്ടിട്ട് എന്റെ നേരെ വരുന്നതെന്ന് തോന്നല്ലേ? നീ ഒന്ന് മാറിയുന്നേ. പെണ്ണുങ്ങളെ കണ്ടില്ലേ? ഒരു കണ്ണും കൂടി ഞാൻ ഒറ്റ കണ്ണുകൊണ്ട് സെറ്റ് ആയിക്കോളാം. ഐ ആം ടിൻഡു ഫ്രം സൗന്ദര്യബോധം ഇല്ലാത്ത കൺട്രി ലേഡി. ഹായ്, ഐ ആം ടിൻഡു ആൻഡ് ഐ ആം ഫ്രം ഡൽഹി. ഹായ്, എന്റെ പേര് അനു. എന്താ പേര്? പേര് ഞാനാ? ആ, അർജുൻ. ഹായ്. അർജുൻ ലേറ്റ് ആയിട്ടാണല്ലേ കോളേജിൽ ജോയിൻ ചെയ്തത്? അതെ. ഇത്ര നാളപ്പം എന്ത് ചെയ്യായിരുന്നു? ഞാനീ ക്രിക്കറ്റ് കളിയൊക്കെ ആയിട്ട്. ടീമിലൊക്കെ ഉണ്ടായിരുന്നോ? ആ, മൈത്രി ക്ലബില്. മൈത്രിയോ? അത് ഞങ്ങളുടെ നാട്ടിലുള്ള വലിയ ക്ലബ്ബാ. പണ്ട് കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെന്താ? പിന്നൊന്നുമില്ല, ഞാൻ പോട്ടെ. അർജുന് അമ്മയെ ഭയങ്കര ഇഷ്ടല്ലേ? അമ്മയെ ആർക്കാ ഇഷ്ടമില്ലാത്ത? ഇയാൾക്ക് ഇഷ്ടല്ലേ? എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി എൻ്റെ അമ്മ ചെറുപ്പത്തിലൊരു കാർ ആക്സിഡൻറ്റിൽ എന്നെ വിട്ട് പോയി. ഞാൻ
പപ്പ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വിളിക്കണേ? അല്ല മോളെ, ഞാനിവിടെ വന്ന് കയറിയുള്ളൂ. ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. നിനക്ക് പപ്പയുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്നൂടെ? ഇവിടെ നല്ല കോളേജില്ലാഞ്ഞിട്ടാണോ അവിടെ പോയി പഠിക്കണേ? പപ്പയ്ക്ക് ഇവിടെ നാട്ടിൽ പഠിക്കുന്ന രസം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹൗ ഈസ് യുവർ കോളേജ്? ഗുഡ് പപ്പ. പിന്നെ ഞാൻ ഇന്നലെ കോളേജിലൊരു അമ്മയും മോനെയും കണ്ടു. ഇത്രയും വലുതായിട്ട് ആ ഉമ്മ ആ മോനും ഉമ്മ കൊടുക്കണ കണ്ടപ്പോ എനിക്കെന്തോ വല്ലാണ്ട് അമ്മേനെ മിസ് ചെയ്തു. എന്നാ പപ്പ നാളെ വിളിക്കാം. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തുലാമാസത്തിലെ ഒരു തിരുവോണ നാളിൽ നമ്മുടെ ചെക്കനെ നോക്കി അനു ഒന്ന് പുഞ്ചിരിച്ചു. ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും വളരെ ശ്രമപ്പെട്ട് അവനും തിരിച്ചു പുഞ്ചിരിച്ചു. അവൾ വീണ്ടും പുഞ്ചിരിച്ചു, അവനും ചിരിച്ചു. അവൾ വീണ്ടും വീണ്ടും പുഞ്ചിരിച്ചു, അവനും ചിരിച്ചു. അങ്ങനെ അവർ പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അഞ്ജുവിന്റെ കൂടെ ഏതാടാ ഒരുത്തം പോകുന്നത്? അഞ്ചൂൻ്റെ കൂടെ ഇതാ ഈ അസൈൻമെന്റ് ഞാൻ എവിടെ നോക്കി എഴുതുന്നു പറ. നീ വിവരമുള്ള ആരുടെയൊക്കെ നോക്കി എഴുതടാ. അതാരാന്ന് പറ. എനിക്കറിയില്ല, ഞാൻ ഇപ്പൊ വരാം. നീ ഇടയിലാക്ക്. അതിന് ആർക്കായി ക്ലാസ് വിവരമുള്ളത്? നമുക്കൊഴിച്ച് എല്ലാവർക്കും ഉണ്ട്. എന്താ ഒരു ടെൻഷൻ? ഞാൻ ഈ അസൈൻമെന്റ് എഴുതാൻ അറിയാത്തോണ്ട്. ആണോ? ഞാൻ ഹെൽപ്പ് ചെയ്യാലോ. സ്ത്രീകളുമായിട്ട് ഇടപഴകൽ അർജുന് ഭയമാണെന്ന് തിരിച്ചറിഞ്ഞ അനു അവനെ തണുപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. അത് അവനൊരു അതിഭീകര ചോദ്യമായിരുന്നു. അർജുന ലവറുണ്ടോ? ലവറുണ്ടോന്ന്? കോളേജിൽ പഠിക്കുമ്പോ ലവറില്ല എന്നൊക്കെ പറഞ്ഞ നാണക്കേടാ കേട്ടോ. അർജുൻ എന്നെ പ്രേമിക്കണം. ചുമ്മാ. അർജുന്റെ ഉള്ളിലെ ഭയം മാറ്റാൻ വേണ്ടി അനു ചോദിച്ച ആ ചോദ്യം അവനെ പ്രണയിക്കാൻ മോഹിപ്പിച്ചു. ആ ഒരൊറ്റ ചോദ്യം അവനെ ഒരു അതിഭീകര കാമുകനാക്കി മാറ്റി.